നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ പേര്? ഉത്തരം അബ്ദുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ആമിന ബീവി. നബി തങ്ങളുടെ കുടുംബം ഏതാണ്? ഉത്തരം ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏതാണ്? ഉത്തരം ഖുറൈശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെ? ഉത്തരം മക്ക. മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമായ മക്ക ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സൗദി അറേബ്യ. മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം പ്രശംസനീയം. മാതാവ് വഫാത്താകുമ്പോൾ നബിയുടെ വയസ്സ്? ഉത്തരം 6 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസം ഏത്? ഉത്തരം തിങ്കൾ. നബി തങ്ങൾക്ക് ജനങ്ങൾ നൽകിയ വിശേഷണം എന്താണ്? ഉത്തരം അൽ അമീൻ. മുഹമ്മദ് നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത്? ഉത്തരം 40. ഹിജ്റ കലണ്ടർ ആരംഭിച്ച വർഷം ഏത്? ഉത്തരം AD 622. ലോകത്തിൽ ഏറ്റവും ആളുകൾ വായിക്കുന്ന ഗ്രന്ഥം ഏത്? ഉത്തരം ഖുർആൻ. മുഹമ്മദ് നബിയുടെ ഒട്ടകത്തിൻ്റെ പേരെന്ത്? ഉത്തരം കസ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ ചെയ്ത ജോലി എന്തായിരുന്നു? ഉത്തരം ആടുമേയ്ക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എത്ര ഉംറ നിർവഹിച്ചിട്ടുണ്ട്? ഉത്തരം 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹജ്ജ് നിർവഹിച്ചു? ഉത്തരം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു? ഉത്തരം 4. മദീനയുടെ പഴയ പേര് എന്താണ്? ഉത്തരം യസ്രിബ്. വിശുദ്ധ ഖുർആൻ ഏതു മാസത്തിലാണ് അവതരിച്ചത്? ഉത്തരം റമളാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. ഹിജ്റ എന്നാൽ എവിടേക്കുള്ള പലായനമാണ്? ഉത്തരം മദീന. മുഹമ്മദ് എന്ന പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? ഉത്തരം 4 തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെ? ഉത്തരം മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയം ഏത്? ഉത്തരം സുബ്ഹിയോട് അടുത്ത സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്ന്? ഉത്തരം റബീഉൽ അവ്വൽ 12 AD 571. സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ മഹദി ആര്? ഉത്തരം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഖുർആൻ അവതരണം എത്ര വർഷം കൊണ്ടാണ്? ഉത്തരം 23 വർഷം കൊണ്ട്. ഖുർആനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്? ഉത്തരം 25 നബിമാരുടെ പേര്.